ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ന്യൂ ഇയർ. ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അബുദാബിയിൽ നിന്ന് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് അവരുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ന്യൂ ഇയർ ആയിട്ട് അൽമജാസ് വാട്ടർ ഫ്രണ്ടിൽ പോയി. അവിടെ വിൻ്റർ മാർക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ടോയ് ഷോപ്പ് കണ്ടു കേട്ടോ. അവിടെ ഇരിക്കുന്ന ഒരുപാട് ടോയ്സ് നമുക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഷോപ്പിൽ കയറി. ലിൻസിക്ക് ആ പപ്പീനെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ടോക്കിംഗ് ക്യാരക്ടേഴ്സ് കണ്ടപ്പോൾ അത് മേടിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കി ആ ഷോപ്സിൽ നമ്മൾ കയറി. കുറേ ടോയ്സ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ആ സോഫ്റ്റ് ടോയ് നമ്മൾ മേടിച്ചു, രണ്ടുപേരും 2 കളേഴ്സ്. പിന്നെ ബബിൾ ഗണ്ണൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഓരോ ഷോപ്സിലുള്ള എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്നൊക്കെ നോക്കി ഞങ്ങൾ നടന്നു. ഞങ്ങൾ ഓരോ ഷോപ്പിൽ കയറുമ്പോൾ ഇവർ രണ്ടുപേരും പോസ്റ്റാണ് കേട്ടോ. അതല്ലെങ്കിലും അങ്ങനെ ആണല്ലോ. പിന്നെ ഈ കുറേ കമ്മലും മാല അങ്ങനെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും അതിൻ്റെ പുറകെ ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചു. അത്യാവശ്യം റീസണബിൾ റേറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടക്കുന്ന വഴി ഒരു ചെറിയ ഫൗണ്ടനൊക്കെ കണ്ടു. അതിനുശേഷം അവിടെ വാട്ടർ ഷോ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കേട്ടോ വാട്ടർ ഷോ കാണാനായിട്ട്. ആക്ച്വലി നമ്മൾ ഒട്ടും പ്രീ പ്ലാൻഡ് അല്ലായിരുന്നു ഈ ഒരു സ്ഥലത്ത് പോകാൻ. ജസ്റ്റ് ഗൂഗിളിൽ നിയർ ബൈ പ്ലേസസ് നോക്കിയപ്പോൾ കണ്ടതാണ്. പക്ഷേ ശരിക്കും വേർത്ത് ഇറ്റ് ആയിരുന്നു നമ്മൾ പോയത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി കൂടുതൽ ഞാൻ എൻ്റെ വോയിസ് ഓവർ കൊടുത്ത് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം. അതിൻ്റെ കുറച്ച് ക്ലിപ്സ് ഞാനിവിടെ ആഡ് ചെയ്യാം കേട്ടോ. ശരിക്കും എനിക്ക് ഈ ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നാട്ടിലായിരിക്കുന്ന ടൈമിൽ വർഷങ്ങളായിട്ടേ മമ്മിയായിട്ട് ഞാൻ പാതിര കുർബാനയ്ക്ക് പോവും, വീട്ടിൽ വന്ന് കിടന്നുറങ്ങും. വാട്സപ്പിൽ ഫ്രണ്ട്സ് ന്യൂ ഇയർ വിഷസ് അയക്കും, തിരിച്ച് റിപ്ലൈ കൊടുക്കും. ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ എൻ്റെ ന്യൂ ഇയർ. അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റായിട്ട് രാത്രി ഇങ്ങനെ പോയി ന്യൂ ഇയറിൻ്റെ ഓരോ വാട്ടർ ഷോസ് ആണെങ്കിലും ഫയർ വർക്ക്സ് ആണെങ്കിലും അതൊക്കെ കണ്ടത് ഇവിടെ യു എയിൽ വന്നിട്ടാണ്. അതുകൊണ്ട് ഈ ന്യൂ ഇയർ എനിക്ക് സ്പെഷ്യലായിരിക്കും. ലിൻസിയും ഈ സെയിം ഒപ്പീനിയൻ തന്നെയാണ് കേട്ടോ പറഞ്ഞത്. അവളും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു വീട്ടിൽ നിൽക്കുന്ന ടൈമിൽ. നമ്മൾ ഒരുപാട് പ്ലാനൊന്നും ചെയ്തല്ല ഇവിടെ പോയെങ്കിലും ശരിക്കും നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തു. ഒരുപാട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തു. വാട്ടർ ഷോ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചുകൂടെ നടന്നു. അവിടെയും കുറേ ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 2 തരം ഷോപ്പിൽ നമ്മൾ കയറി. അവിടുന്ന് കുറച്ച് ഇയറിങ്സ് ഒക്കെ മേടിച്ചു കേട്ടോ. അത്യാവശ്യം കളക്ഷൻ ഉണ്ടായിരുന്നു. അവിടെ ടോം ആൻഡ് ജെറി മൂവി പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ ആൾക്കാരത് കണ്ടുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. അവിടെ നമ്മൾ അടുത്തത് പോയത് ഒരു കൊറിയൻ ഷോപ്പിലായിരുന്നു കേട്ടോ. കൊറിയൻ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഒക്കെ കിട്ടുന്നത്. അങ്ങനെ ടെസ്റ്റ് ചെയ്യാനായിട്ടൊരു ക്രീം തന്നു. അത് നല്ലതായിരുന്നു. പിന്നെ അവിടെ കുറച്ച് സൺഗ്ലാസസ് ഒക്കെ കണ്ടിട്ട് അതൊക്കെ വെച്ച് കുറച്ച് ഷോ ഒക്കെ കാണിച്ച് വീഡിയോസൊക്കെ എടുത്തു. ബട്ട് ആഫ്റ്റർ ഓൾ നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ലുക്കീമത്ത് ട്രൈ ചെയ്തു കേട്ടോ. ലിൻസി അത് ഓൾറെഡി കഴിച്ചിട്ടുണ്ടായിരുന്നു. ലിൻസി പറഞ്ഞ് നല്ലതാണെന്ന്. അങ്ങനെ നമ്മൾ ട്രൈ ചെയ്തു. ഫസ്റ്റ് നമ്മൾ ഒരെണ്ണം മേടിച്ചു, ഇഷ്ടപ്പെട്ടു. വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് ജോബി മറന്നുപോയി. അങ്ങനെ നമ്മൾ ഒന്നും കൂടെ മേടിച്ചു. നമുക്കിഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ മേടിച്ചത്. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ടു. അവിടെ ചെന്നപ്പോൾ തൊട്ടേ ശരിക്കും ഞങ്ങൾക്ക് ഈ ബലൂൺ പിടിച്ചിട്ട് ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു. ഫൈനലി നമ്മൾ പുള്ളിക്കാരനോട് ചോദിച്ചു. പുള്ളിക്കാരൻ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് ആ ബലൂൺസ് തന്നു കേട്ടോ. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ഹാപ്പി ആയിട്ട്
പുള്ളിക്കാരനെ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ വിഷ് ചെയ്ത് നമ്മൾ വീണ്ടും നടന്നു. കുട്ടികളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ കുട്ടികൾ അവിടെ നിന്ന് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. വേറെ കുറേ പേര് അവിടെ നിന്ന് നല്ല ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടു. എനിക്ക് ശരിക്കും ഈ സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ലൈറ്റിങ്ങും അതുപോലെ തന്നെ ആ ഫ്ലവേഴ്സൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. ഞങ്ങൾ പിന്നെ കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. ഇതാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ്. അധികം ക്യാമറയുടെ ഫ്രണ്ടിൽ വരാറില്ല, പക്ഷേ ക്യാമറയുടെ പുറകിൽ ഫുള്ള് വീഡിയോസ് റെക്കോർഡ് ചെയ്യുന്നതാണെങ്കിൽ എഡിറ്റ് ചെയ്യുന്നതൊക്കെ ജോബിയാണ് കേട്ടോ. നടന്ന് ക്ഷീണിച്ച് ഞങ്ങളവിടെ ഇരുന്ന്. ഞങ്ങൾ ശരിക്കും വന്ന ടൈമിൽ ഇത്രയും തിരക്കില്ലായിരുന്നു. ഫയർ വർക്ക്സ് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വന്നു. നല്ല ഫുള്ളി ക്രൗഡഡായി. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു ഫയർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ കൗണ്ട് ഡൗൺ ചെയ്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ശരിക്കും ഒരുപാട് എൻജോയ് ചെയ്തു. അപ്പോൾ ഫയർ വർക്ക്സിൻ്റെ ക്ലിപ്സ് ഞാൻ ഇവിടെ ആഡ് ചെയ്യാം, നിങ്ങൾ കണ്ടു നോക്ക്. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഫീൽ ചെയ്തത് ലൈക്ക് ആ ക്രൗഡ്, അവിടെ നിന്ന ക്രൗഡ് ഫുൾ എനർജറ്റിക് ആയിരുന്നു കേട്ടോ. ഒരാളൊന്ന് കൂവൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ബാക്കിയുള്ളവർ എല്ലാവരും അത് ഏറ്റുപിടിച്ചിട്ട് പലതരം കൂവലുകൾ നമുക്ക് കേൾക്കാമായിരുന്നു. ഒരുപാട് എൻജോയ് ചെയ്തു. അങ്ങനെ ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് റോഡ്സ് കംപ്ലീറ്റ്ലി നല്ല ബ്ലോക്ക്ഡായി. അങ്ങോട്ട് നമ്മൾ ടാക്സിയിലാണ് പോയത്. തിരിച്ചു വരുമ്പോഴത്തേക്ക് റോഡ്സ് നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ ടാക്സി എടുത്ത് പോകുന്നത് ഈസി അല്ലെന്ന് നമുക്കറിയാം. അങ്ങനെ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് നടന്നാണ് കേട്ടോ തിരിച്ച് റൂമിലോട്ട് വന്നത്. അങ്ങനെ നടന്ന് നമ്മൾ കുഴഞ്ഞ് റോഡിൻ്റെ നടുക്കിരുന്ന് ഗൈസ്. അവസാനം അവിടെ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു, കുറച്ച് ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് നല്ലൊരു വർഷത്തിന് തുടക്കം കുറിച്ച് ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് വന്നു. ഞങ്ങളുടെ വക ഹാപ്പി ന്യൂ ഇയർ.